PM ശ്രീ പദ്ധതി നടപ്പിലാക്കുന്നത് സംബന്ധിച്ച് റിപ്പോർട്ട് സമർപ്പിക്കുന്നതിന് രൂപീകരിച്ച മന്ത്രിസഭാ ഉപസമിതി അടുത്ത ദിവസങ്ങളിൽ യോഗം ചേരും. സംസ്ഥാനത്തിന്റെ ഭരണഘടനാ അവകാശങ്ങളായ സിലബസ് തയ്യാറാക്കൽ, പദ്ധതിയിൽ അംഗങ്ങളാകാനുള്ള സ്കൂളുകളുടെ തിരഞ്ഞെടുപ്പ് എന്നിവ നിലനിർത്തിക്കൊണ്ട് ഒരു മാസത്തിനകം റിപ്പോർട്ട് നൽകാനാണ് നീക്കം. ജിബിൻ JB ഉണ്ട് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകാനായി. ജിബിൻ, ഗുഡ് മോർണിംഗ് അഗെയിൻ. മന്ത്രിസഭാ ഉപസമിതിയൊക്കെ PM ശ്രീയുമായി ബന്ധപ്പെട്ട് രൂപീകരിച്ചിട്ടുണ്ടായിരുന്നു. നമുക്കറിയാം വലിയ പ്രതിഷേധം പ്രതിപക്ഷത്തിന്റെ ഭാഗത്തുനിന്നും വരുന്നുണ്ട്. കാരണം കോൺഗ്രസ് പ്രതിപക്ഷത്തിരിക്കുമ്പോൾ അവരുടെ എന്തായിരുന്നു അവരുടെ നിലപാടെന്നടക്കമുള്ള ചോദ്യങ്ങളൊക്കെ മുന്നോട്ട് വരുന്നൊരു സാഹചര്യം കൂടിയാണ്. ഇപ്പോൾ എന്ത് നീക്കം ഇതുമായി മുന്നോട്ട് പോകുമെന്ന് അറിയിക്കുന്നുണ്ട് സർക്കാർ. അപ്പോൾ ഏത് രീതിയിൽ മുന്നോട്ട് പോകും? ഈ സൂചിപ്പിച്ചതുപോലെ ഒരു സമിതി രൂപീകരിക്കുന്നു. ഇതിന്റെ പ്രവർത്തനം എങ്ങനെയായിരിക്കും? എപ്പോൾ റിപ്പോർട്ട് സമർപ്പിക്കും? തുടർ നീക്കങ്ങൾ എങ്ങനെ? ഗുഡ് മോർണിംഗ് പ്രവിധാന്റെ അമൃത. വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾക്കിടയിലും PM ശ്രീ പദ്ധതിയുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് ഇപ്പോൾ സംസ്ഥാന സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത്. ഇതിൽ കാരണമായി പറയുന്നത് വിദ്യാഭ്യാസ വകുപ്പിന് അടിയന്തരമായി തന്നെ വിദ്യാഭ്യാസ വകുപ്പിന്റെ ഏകോപനത്തിനും അതിന്റെ ആവശ്യങ്ങൾക്കുമായി പണം വേണം. അതുകൊണ്ട് തന്നെ PM ശ്രീ പദ്ധതിയുമായി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ മാത്രമേ കേന്ദ്രത്തിൽ നിന്ന് ഇതിനാവശ്യമായിട്ടുള്ള തുകകൾ ലഭിക്കൂ എന്നുള്ള ഒരു നിലപാടിലാണ് ഇപ്പോൾ UDF നേതൃത്വം. കഴിഞ്ഞ ദിവസവും വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി N. ഷംസുദ്ദീൻ പ്രതികരിച്ചതും അങ്ങനെ തന്നെയാണ്. ഇതിന്റെ കാര്യങ്ങൾ ആലോചിക്കുന്നതിന് വേണ്ടിയിട്ടാണ് PM ശ്രീ പദ്ധതി എങ്ങനെ നടപ്പാക്കണം, ഈ പ്രതിഷേധങ്ങൾ എങ്ങനെ നേരിടണം എന്നുള്ള കാര്യങ്ങളൊക്കെ ആലോചിക്കുന്നതിന് വേണ്ടിയിട്ടാണ് മന്ത്രിസഭാ ഉപസമിതി രൂപീകരിക്കുകയും ചെയ്തിട്ടുള്ളത്. ഇതിന്റെ അടിയന്തര യോഗം വരുന്ന ദിവസം തന്നെ ചേരുമെന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. എന്തായാലും സംസ്ഥാനത്തിന്റെ ഭരണഘടനയ്ക്ക് ആവശ്യമായ സിലബസ് തയ്യാറാക്കൽ നേരത്തെ തന്നെ മുഖ്യമന്ത്രി പറഞ്ഞതാണ്. ഈ PM ശ്രീ പദ്ധതിയുമായി മുന്നോട്ട് പോകുന്ന സമയത്ത് ഇതിന്റെ കരിക്കുലത്തിൽ മാറ്റം വരുത്താൻ അനുവദിക്കില്ല. അങ്ങനെ കരിക്കുലത്തിൽ ഒരു മാറ്റം വരണമെന്നുണ്ടെങ്കിലും അത് ഈ ഉപസമിതി, അതായത് മന്ത്രിസഭാ ഉപസമിതി ചേർന്നുകൊണ്ട് അതിലായിരിക്കും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ തീരുമാനിക്കുക എന്നുള്ള ഒരു കാര്യമാണ് വിദ്യാഭ്യാസ വകുപ്പും അതുപോലെ തന്നെ സംസ്ഥാന സർക്കാരും അറിയിച്ചിരിക്കുന്നത്. പക്ഷേ വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധത്തിൽ തന്നെയാണ് പ്രതിപക്ഷമുള്ളത്. കഴിഞ്ഞ ദിവസവും SFI സംസ്ഥാന കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സെക്രട്ടേറിയറ്റ് മാർച്ചിൽ ധർണയുണ്ടായിരുന്നു. അതിൽ എടുത്തു പറയേണ്ട കാര്യം എന്ന് പറയുന്നത് യൂത്ത് ലീഗാണ് ഇപ്പോൾ നിർണായകമായിട്ടുള്ള നിലപാട് ഇക്കാര്യത്തിൽ അറിയിച്ചിരിക്കുന്നത്. യൂത്ത് ലീഗിന്റെ വള്ളിക്കുന്ന് കമ്മിറ്റിയൊക്കെ തന്നെ ഇതിൽ വ്യക്തമായി തന്നെ അവരുടെ നിലപാട് വ്യക്തമാക്കിയതാണ്. യൂത്ത് ലീഗിന്റെയും അതുപോലെ തന്നെ MSFന്റെ പല നേതാക്കളും ഇതിൽ PM ശ്രീ പദ്ധതിയുമായി മുന്നോട്ട് പോകുന്നതിൽ തങ്ങൾക്കുള്ള എതിർപ്പ് അറിയിക്കുകയും ചെയ്തിട്ടുള്ളൂ. കഴിഞ്ഞ ദിവസം SFI വെല്ലുവിളിച്ചതും അങ്ങനെ തന്നെയാണ്. കാരണം KSU കഴിഞ്ഞ വർഷങ്ങൾ, അതായത് മുൻ സർക്കാർ ഈ PM ശ്രീ പദ്ധതി ഒപ്പിടുന്ന സമയത്ത് KSU അവരുടെ നിലപാട് വ്യക്തമാക്കിയത് യാതൊരു കാരണവശാലും PM ശ്രീ പദ്ധതി സംസ്ഥാനത്ത് നടപ്പാക്കാൻ സാധിക്കില്ല എന്നുള്ള ഒരു നിലപാടാണ് അന്ന് KSU യൂത്ത് കോൺഗ്രസ് ഉൾപ്പെടെയുള്ളവർ സ്വീകരിച്ചിരുന്നത്. എന്താണ് അവരുടെ ഇപ്പോഴത്തെ നിലപാട്, അത് വ്യക്തമാക്കണം എന്നുള്ള ഒരു കാര്യം കൂടി SFI ആവശ്യമായി ഉന്നയിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും വലിയ പ്രതിഷേധങ്ങൾക്കിടയിലും ഈ മന്ത്രിസഭാ ഉപസമിതി രൂപീകരിച്ച് അതിൽ നിർണായകമായ തീരുമാനങ്ങളെടുത്ത് PM ശ്രീ പദ്ധതിയുമായി മുന്നോട്ട് പോകാനാണ് ഇപ്പോൾ സംസ്ഥാന സർക്കാരിന്റെയും വിദ്യാഭ്യാസ വകുപ്പിന്റെയും തീരുമാനം. ജിബിൻ JB ആണ് വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.